ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ഡിക്സൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉത്കൃതനം അഥവാ ഇൻറ്റഗ്രേഷനാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പം നമ്മൾ ആ ഒരു വിഷയത്തിൻ്റെ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോ കാണാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് വീക്കിലി 3 ഡേയ്സ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്ന് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ. നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം ജലസ്രോതസ് എന്നതാണ് കേട്ടോ. 3ാമത്തെ പ്രവർത്തനം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 4ാമത്തെ പ്രവർത്തനമാണ് ജലസ്രോതസ്. കുഞ്ഞനാമയുടെ വിളി കേട്ടാണ് പൂമ്പാറ്റകൾ ഉണർന്നത്. ഇന്നലെ ശക്തമായ മഴയിൽ എൻ്റെ താമസ സ്ഥലം നിറഞ്ഞു. നമുക്ക് കാണാൻ പോയാലോ? പൂമ്പാറ്റകൾ കുഞ്ഞനാമയോടൊപ്പം അവിടേക്ക് പോയി. നോക്കിക്കേ മക്കളെ, കുഞ്ഞനാമ എന്ത് ചെയ്തു? നമ്മുടെ പൂമ്പാറ്റകളെ വന്ന് വിളിച്ചുണർത്തിയില്ലേ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ താമസ സ്ഥലം ഇന്നലെ പെയ്ത മഴയിൽ നിറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ പൂമ്പാറ്റകൾ എന്ത് പറഞ്ഞു? നമുക്കെന്നാൽ കുഞ്ഞനാമയുടെ ആ ഒരു താമസ സ്ഥലത്തേക്ക് പോയാലോ അല്ലേ, അത് കാണാൻ പോയാലോ എന്ന് പറഞ്ഞിട്ട് അവരും ആമയോടൊപ്പം അവിടേക്ക് പോയില്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞനാമയുടെ താമസ സ്ഥലമാണ് നമുക്കിവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. കണ്ടോ മക്കളെ ചിത്രം? നന്നായിട്ട് നോക്കുക കേട്ടോ. എന്ത് ചിത്രമാണ്, ഏതിൻ്റെ ചിത്രമാണ് എന്നുള്ള കാര്യം നോക്കണേ. ഓക്കെ മക്കളെ, ഇനി ചോദ്യം നോക്കിക്കേ. ചിത്രത്തിൽ കാണുന്നത് ഏത് ജലസ്രോതസ്സാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഏത് ജലസ്രോതസ്സാണ്? ഏതാണ് മക്കളെ? എല്ലാവർക്കും അറിയാം, ഏതാണ്? കുളമാണല്ലേ. അപ്പം മക്കൾ അവിടെ എന്ത് എഴുതണം? കുളം എന്ന് എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, ഏത് ജലസ്രോതസ്സാണ്? കുളമാണ് അവിടെയുള്ളത് അല്ലേ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജലസ്രോതസ്സുകൾ വരച്ച് യോജിപ്പിക്കുക. താഴെ കൊടുത്തവയിൽ നിന്നും ജലസ്രോതസ്സുകൾ വരച്ച് യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജലസ്രോതസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും മറ്റൊരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെയാണോ ജലസ്രോതസ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് ജലസ്രോതസ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു സെൻറ്ററിലോട്ട് എന്ത് ചെയ്യാനാണ്? വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. ആദ്യം ഏതാണ്? കിണറാണ്. കിണർ ഒരു ജലസ്രോതസ്സാണെന്ന് നമുക്കറിയാം അല്ലേ. അതിനെ നമുക്ക് വരയ്ക്കാം. പിന്നെ ഉള്ളത് ഏതാ മക്കളെ? മഴവില്ലാണ് അല്ലേ. മഴവില്ല് ജലസ്രോതസ്സാണോ? അല്ല അല്ലേ. അടുത്ത് നോക്കൂ, ഏതാണ്? കാറ്റ്. കാറ്റ് ജലസ്രോതസ്സാണോ? അല്ല അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ, തോടാണ്. തോട് നമുക്കറിയാം എന്താണ്? ജലസ്രോതസ്സാണ്. പിന്നെ വരുന്നത് ഏതാണ്? മിന്നലാണ് അല്ലേ. മിന്നൽ ജലസ്രോതസ്സല്ല. ആമ്പല് ജലസ്രോതസ്സാണോ? അല്ല അല്ലേ. അടുത്ത് നോക്കിക്കേ, ഏതാണ്? പുഴയാണ് വരുന്നത് അല്ലേ. പുഴ ജലസ്രോതസ്സാണോ? അതെ അല്ലേ. പുഴ എന്താണ്? ജലസ്രോതസ്സാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഏതാണ്? കടലാണ് വരുന്നത് അല്ലേ. അപ്പോൾ കടലും എന്ത് തന്നെയാണ്? ജലസ്രോതസ്സാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? കാടാണ് വരുന്നത്. അപ്പം കാട് ജലസ്രോതസ്സാണോ മക്കളെ? അല്ല അല്ലേ. പിന്നെ വരുന്നത് ഏതാണ്? തടാകമാണ് അല്ലേ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? അതിലോട്ട് ജലസ്രോതസ്സുകൾ കണ്ടെത്തിയിട്ട് വരയ്ക്കേണ്ടത് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്കറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് കുറിപ്പെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്താണ്? നിങ്ങൾക്കറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് കുറിപ്പെഴുതൂ എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നോക്കിക്കേ, നമുക്ക് എങ്ങനെ എഴുതാം? കുളത്തെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായ നിറയെ കുളങ്ങളുണ്ട്. കുളത്തിലെ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. മീൻ വളർത്താനും നീന്തൽ പഠിക്കാനും കുളം ഉപയോഗിക്കുന്നു. കൃഷിക്കായി കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നു. കന്നുകാലികളെ കുളിപ്പിക്കാനും വാഹനങ്ങൾ കഴുകാനും കുളത്തിലെ വെള്ളം ഉപയോഗിക്കാറുണ്ട്. കുളത്തിൽ ആമ്പൽ, താമര, പായലുകൾ എന്നിവ വളരുന്നു. മീൻ, ആമ, തവള, നീർക്കോലി ഇവ കുളത്തിൽ ജീവിക്കുന്നു എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുളമെന്ന ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി ഇതുപോലെ മക്കൾക്ക് വേണമെങ്കിൽ തോടിനെക്കുറിച്ചോ പുഴയെക്കുറിച്ചോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ചിട്ട് ഇതേ രീതിയിൽ എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ടീച്ചർ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകളും വീക്കിലി 3 ദിവസം അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും
നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കിക്കേ. മാന്ത്രിക പേപ്പർ. ക്ലാസ്സിൽ ചെയ്ത പരീക്ഷണം കണ്ടല്ലോ, പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ അവിടെ നോക്കിക്കേ മക്കളെ, നമുക്ക് പരീക്ഷണത്തിൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് മക്കളെ ആ പരീക്ഷണം? ഒരു വലിയ ബൗളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് എടുത്തിട്ടുള്ളത്? ഒരു ഗ്ലാസ്സിലില്ലേ, അല്ലെങ്കിൽ ചെറിയൊരു ചില്ല് പാത്രത്തിൻ്റെ ഉള്ളിൽ എന്താണ്, പേപ്പർ മടക്കി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അതിനെ ഡയറക്റ്റ്, അതായത് ശരിക്കൊന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഗ്ലാസ് നേരെ വെള്ളത്തിലോട്ട് താഴ്ത്താണ് അല്ലേ. അങ്ങനെ താഴ്ത്തി അതേപോലെ തന്നെ നമ്മൾ തിരിച്ചെടുത്തിട്ട് ആ ഒരു പേപ്പർ കഷ്ണം എടുത്തു നോക്കിയാൽ പേപ്പർ നനഞ്ഞിട്ടുണ്ടായിരിക്കുമോ? ഇല്ല അല്ലേ, നനഞ്ഞിട്ടുണ്ടായിരിക്കില്ല. നമുക്കറിയാവുന്ന ഒരു പരീക്ഷണമാണ്. അത് എന്തുകൊണ്ടാണ് മക്കളെ പേപ്പർ നനയാത്തതിന് കാരണം? എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചപ്പോൾ അതിനുള്ളിലേക്ക് വെള്ളം കയറാതിരുന്നത്? ഗ്ലാസ്സിനകത്ത് ആരുണ്ട്? വായു ഇരിപ്പുണ്ട് അല്ലേ. വായു ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വെള്ളത്തിന് അതിനുള്ളിലേക്ക് കയറാനായിട്ട് എന്തില്ല, സ്പേസ് ഇല്ല അല്ലേ. അതുകൊണ്ടാണ് അവിടെ നനയാതിരുന്നത് അല്ലേ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഗ്ലാസ് നേരെ താഴ്ത്താതെ ഒരല്പം ചെരിച്ചിട്ട് വെള്ളത്തിനടിയിലേക്ക് താഴ്ത്താണെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബബിൾസ് പുറത്തേക്ക് പോകുന്നത് കാണാൻ പറ്റൂലേ. അതോടൊപ്പം തന്നെ ഗ്ലാസ്സിനകത്തേക്ക് വെള്ളം പ്രവേശിക്കുകയും അതിനുള്ളിൽ നമ്മൾ വെച്ചിട്ടുള്ള പേപ്പർ നനയുകയും ചെയ്യൂലേ. അതെന്താണ്? നമ്മൾ ചെരിച്ച് ഗ്ലാസ് വെള്ളത്തിലേക്ക് താഴ്ത്തുന്ന സമയത്ത് അതിനുള്ളിലെ വായു പുറത്തേക്ക് പോയില്ലേ. അതാണ് ബബിൾസ് പോലെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? വായു പോയ സ്ഥലത്തേക്ക് അവിടെ സ്പേസ് ഉണ്ടായപ്പം അവിടേക്ക് ആര് കയറി? വെള്ളം കയറിയില്ലേ. അങ്ങനെയായിരിക്കും പേപ്പർ നനഞ്ഞിട്ടുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മിസ് പറയാം കേട്ടോ. ഒന്ന്, നിങ്ങൾ അവിടെ എന്ത് എഴുതണം? പരീക്ഷണത്തിൻ്റെ പേര് എഴുതണം. ഇനി നിങ്ങൾക്ക് ഏത് പരീക്ഷണമാണോ ടീച്ചർ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് വന്നത്, അപ്പോൾ ആ പരീക്ഷണത്തിൻ്റെ പേര് മക്കൾ എന്ത് ചെയ്യണം? ആദ്യം എഴുതണം. പിന്നെ മക്കൾ എഴുതേണ്ടത് എന്താണ്? ആവശ്യമായ സാധനങ്ങളാണ് എഴുതേണ്ടത് കേട്ടോ. അതായത് ആ ഒരു പരീക്ഷണം ചെയ്യാൻ ആവശ്യമായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെയോ ഒരു ചില്ല് പാത്രം ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പേപ്പറും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. പേപ്പർ അല്ലെങ്കിൽ ഒരു തുണി. ഇനി പരീക്ഷണം ചെയ്യുന്ന വിധം എന്താണ്? വലിയൊരു പാത്രത്തിൽ എന്ത് ചെയ്യുക? നിറയെ വെള്ളം എടുക്കുക അല്ലേ. അതിനുശേഷം ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഒരു പൊട്ടുന്ന അല്ലേ, അതായത് ചില്ല് ഗ്ലാസ്സിനകത്ത് വേണം എന്ത് ചെയ്യാനായിട്ട് മക്കൾ? പേപ്പർ തിരികെ വെക്കാൻ കേട്ടോ. അപ്പോൾ ഒരു ചില്ല് ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? പേപ്പർ ചുരുട്ടി വെക്കുക അല്ലേ. അതിനുശേഷം നേരെ എന്ത് ചെയ്യണം? വെള്ളത്തിലേക്ക് താഴ്ത്തണം അല്ലേ ആ ഗ്ലാസ്. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ഉയർത്തി നോക്കുക അല്ലേ. അപ്പോൾ നേരെ താഴ്ത്തുക. അതിനുശേഷം എൻ്റെ കണ്ടെത്തൽ എന്നുള്ളിടത്ത് എന്ത് തന്നിട്ടുണ്ട്? എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഗ്ലാസ്സിനകത്തുള്ള പേപ്പർ എന്തായിട്ടില്ല? നനഞ്ഞിട്ടില്ല എന്നതാണ് എഴുതേണ്ടത് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? വായുവിന് എന്ത് ചെയ്യണം? വായുവിന് നിൽക്കാൻ സ്ഥലം ആവശ്യമാണല്ലേ. അതിനുള്ളിൽ വായു ഉള്ളതിനാലാണ് പേപ്പർ എന്ത് ചെയ്യാഞ്ഞത്? നനയാതിരുന്നത്. അപ്പം ഇതേ രീതിയിലുള്ള ഒരു പരീക്ഷണവും മക്കൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുന്നേ ഒരു ക്ലാസ്സിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ വീഡിയോസും മക്കൾ നന്നായിട്ടിരുന്ന് കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പിൻ്റെ കാര്യം മക്കൾ മറക്കണ്ട കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.